ഈശ്വരനിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. തിരുസഭ നമുക്കായിട്ട് ഈശോയുടെ തിരുഹൃദയ ഭക്തി ആചരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തന്നിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച് നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വിശുദ്ധ ഗ്രന്ഥപരമായ ഒരു അടിസ്ഥാനമുണ്ട്, ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ ദർശനം 1673-75 കാലഘട്ടത്തിൽ വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് 2 വർഷം തുടർച്ചയായിട്ട് ഈശോയുടെ തിരുഹൃദയം കൊടുത്ത ആ ദർശനം, ആ ചിത്രം, ആ രൂപമാണ് നമ്മളിന്ന് നമ്മുടെ ഭവനങ്ങളിൽ വണങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, എവിടെ നിന്ന് കിട്ടി, ആര് തന്ന്, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കും. തുടർച്ചയായിട്ട് 2 വർഷക്കാലത്തോളം ഈ വിശുദ്ധയ്ക്ക് പാലിമോണിയാലെ വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് ലഭിച്ച ദർശന പ്രകാരമാണ്. അപ്പോൾ ഈ തിരുഹൃദയ ചിത്രത്തെ വണങ്ങുകയും ഈ ഭക്തി ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് 12ഓളം അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഈശോ വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി. അപ്പോൾ ആ വാഗ്ദാനങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണ്. കാരണം നമ്മൾ അതിൻ്റെ ബെനിഫിറ്റുകൾ, ഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ 12 വാഗ്ദാനങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ, വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ അനുഗ്രഹം, തിരുഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും എന്ന്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് എന്ന് ഘോഷിച്ചു, ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ തിരുഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിലേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ദൈവം ഒഴുക്കിത്തരും. രണ്ടാമത്തെ കാര്യമാണ്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും അറിയില്ല ഈ സമാധാനവുമായിട്ടാണ് ഈശോ നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുന്നതെന്ന്. മൂന്നാമത്തെ കാര്യമാണ്, അവരുടെ ക്ലേശങ്ങളിൽ അവരെ ഞാൻ ആശ്വസിപ്പിക്കും. ഇത് ദൈവവചനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. മത്തായി 11:28 പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ്. അപ്പോൾ അവരുടെ ക്ലേശങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. നാലാമത്തെ കാര്യമാണ്, അവരുടെ ജീവിതകാലത്ത് വിശിഷ്യ മരണസമയത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും. ദൃഢമായ അഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പുള്ള അഭയമായിരിക്കും. ഇന്ന് അനങ്ങണേനും പിടിക്കണേനെല്ലാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭയപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഇതാ കർത്താവിൻ്റെ തിരുഹൃദയ ഭക്തിയുള്ളവർക്ക് സകല സമയങ്ങളിലും, പ്രത്യേകിച്ച് മരണസമയത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും. അഞ്ചാമത്തെ അനുഗ്രഹമാണ്, അവരുടെ എല്ലാ സദ്ഉദ്യമങ്ങളെയും ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈശോയുടെ സന്നിധിയിൽ ആലോചന ചോദിച്ചു മുട്ടുകുന്തിൽ നിന്ന് പ്രാർത്ഥിച്ച ബ്ലെസ്സിങ് മേടിച്ച് ജീവനോടെ ഈശോ നമ്മുടെ ഓരോ അൾത്താരയിലെയും സക്രാരി പോലെ, ദീപകാരുണ്യം പോലെ നമ്മുടെ ഭവനങ്ങളിലെ അൾത്താരയാണ് നമ്മുടെ പ്രാർത്ഥനാമുറി. അവിടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വെക്കുമ്പോൾ നമ്മുടെ സദ്ഉദ്യമങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകണം. പോയി വന്നു കഴിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എത്ര പേരാണെന്നൊന്ന് ചിന്തിക്കുക. മക്കളെയും ഇത് പരിശീലിപ്പിക്കുക. നമ്മൾ പോയി കഴിഞ്ഞാലും അത് തലമുറകളിലൂടെ നിലനിൽക്കും. ആറാമത്തെ കാര്യമാണ്, പാപികൾ എൻ്റെ കാരുണ്യത്തിൻ്റെ അതിരറ്റ സമുദ്രത്തെ ദർശിക്കുമെന്ന്. പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ സമുദ്രത്തെ ദർശിക്കും എന്ന് പറഞ്ഞാൽ, അതിരറ്റ എന്ന് പറയുന്നത് അളവില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പാട്ടിൽ നമ്മൾ പാടാറില്ലേ? അത് തന്നെ സംഗതി. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ സമുദ്രത്തെ ദർശിക്കും. ഏഴാമത്തെ കാര്യമാണ്, അവർ മന്ദഭക്തരാണെങ്കിൽ
അവരെ ഞാൻ തീഷ്ണമതികളാക്കും. പലരും എന്ന് പറയുന്ന കാര്യമോ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പള്ളിയിൽ മുടങ്ങണോ അതെ പോകണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കുമ്പസാരിച്ചിട്ട് ഒരുപാട് നാളായി ഒരു ഭക്തി തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നോക്കി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവർ മന്ദഭക്തരാണെങ്കിൽ അവരെ തീഷ്ണമതികളാക്കി ആര് മാറ്റും? കർത്താവ് മാറ്റും എന്നാണ്. അതായത് നമ്മുടെ മൊബൈൽ എത്ര ലക്ഷം രൂപ വിലയുള്ളതാണെങ്കിലും അത് ആ ചാർജർ വഴി സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ചാർജ് ഇല്ലാത്ത മൊബൈൽ വല്ലതിനും പറ്റും. ഇത് തന്നെയാണ് ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ 8ാമത്തെ കാര്യം, തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഈ ബഹിരാകാശ വാഹനങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പണിയാണ് ആർക്ക്? റോക്കറ്റുകൾക്കുള്ളത് അല്ലേ? പൊലിഞ്ഞ് എരിഞ്ഞ് തീരുമെങ്കിലും ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരാനുള്ള സംവിധാനമൊക്കെ പുതിയ ഗവേഷണങ്ങൾ ഇന്ത്യയൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപൂർണതയിലേക്ക്, പരിപൂർണൻ ദൈവം മാത്രമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും കുറവുണ്ട്. അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുന്നതാണ് പെർഫെക്ഷണലിസ്റ്റ് എന്ന് പറയും. ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, പറയുന്നതെല്ലാം ശരി, ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകുള്ളൂ എന്ന് പറയും. അപ്പോൾ ആ കാഴ്ചപ്പാട് മാറും. പരിപൂർണതയിലേക്ക് ഈശോ അവരെ നീക്കിക്കൊണ്ടിരിക്കും. അതിനുള്ള കാഴ്ചപ്പാടും ക്ഷമയൊക്കെ തരും. എടുത്ത് മറ്റുള്ളവരെ എല്ലാം അടിച്ചമർത്തി ചാടി കീഴ്പ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ട്? ആർക്കും പൂർണ്ണതയില്ല. ആര് പറഞ്ഞാലും കൊള്ളാം. ഈ ലോകത്ത് എത്ര വലിയ കൊമ്പനാണെന്ന് പറഞ്ഞാലും ആർക്കും പൂർണ്ണതയില്ല. പരിപൂർണനായ ഒരാളേ ഉള്ളൂ, അത് ദൈവം മാത്രം. ഇന്ന് പലർക്കും തട്ട് കിട്ടുന്ന ഇതാണ്. എല്ലാ പൂർണ്ണതയും വേണ്ടി ഭർത്താവിൽ ആശ്രയിക്കും, ഭാര്യയിൽ ആശ്രയിക്കും, മക്കളിൽ ആശ്രയിക്കും, അധ്യാപകരിൽ ആശ്രയിക്കും, സ്വന്തം കഴിവിൽ ആശ്രയിക്കും, പണത്തിൽ ആശ്രയിക്കും. താടുകൂട എല്ലാം കൂടി തവിടുപൊടി. പൂർണ്ണനായ ഒരാൾ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രം. നമ്മൾ പരിപൂർണതയിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആത്മീയ ഗുരുക്കന്മാരായാലും ശുശ്രൂഷകരായാലും അവർക്കും കുറവുകളുണ്ട്. പക്ഷെ അവരും പരിപൂർണതയിലേക്ക് പ്രയാണം ചെയ്യുന്നതോടൊപ്പം നമ്മളെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ കാഴ്ചപ്പാടില്ലെങ്കിലാണ് വലിയ ഇടർച്ചകൾ പലർക്കും ഉണ്ടാകുന്നത്. ആ സഭയിൽ നിന്ന് വിട്ട് ഈ സഭ, ഈ സഭയിൽ നിന്ന് വിട്ട് ആ സഭ, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ, തവിടം മറിഞ്ഞ് കുറ്റം പറയുന്നവരും തള്ളിപ്പറയുന്നവരും തർക്കിക്കുന്നവരൊക്കെ ആയിത്തീരുന്നത്. എല്ലാത്തിലും പെർഫെക്ഷനിസ്റ്റ്, പൂർണ്ണത അന്വേഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ കുറവുകളുള്ള മനുഷ്യൻ പരിപൂർണതയിലേക്ക് നയിക്കാനായിട്ട് ഈ ആത്മശക്തി, തിരുഹൃദയം നമ്മളെ സഹായിക്കും. 9ാമത്തെ കാര്യമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ തിരുഹൃദയം അകത്ത് കുടുംബത്തിൽ വേറെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയം. ഒരു കുടുംബത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട്, വീട് വിട്ടിട്ട് പോയപ്പോൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് സ്ക്രാപ്പ് എടുക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അത് മറ്റ് സാധനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ കൊടുത്തിട്ട് അവർ ഉപേക്ഷിച്ച ആ തിരുഹൃദയത്തിൻ്റെ രൂപമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഭവനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ഒത്തിരി അതിശയങ്ങൾ, അനുഗ്രഹങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം സ്ഥാപിച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. എൻ്റെ അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് 15 വർഷം മുഴുവൻ സമയം ശുശ്രൂഷകനായിരുന്നു, മരിക്കുന്നത് വരെ, ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ. അപ്പോൾ പല സംഭവങ്ങളുണ്ട്. അതിൽ ഓർക്കുന്ന ഇതാണ്, ബിസിനസ് തകർന്ന് തരിപ്പണമായി കടം മാത്രമായി പൂട്ടാൻ പോകുന്ന ഒരു ഹോട്ടൽ അവരോട് ഈശോയുടെ ഒരു ചിത്രം മേടിച്ച് വെക്കാൻ പറഞ്ഞു. വെഞ്ചരിപ്പിച്ച് വെച്ചു. അപ്പം പോയി അവിടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് തുറക്കുമ്പോഴും പ്രാർത്ഥിക്കണം, അടക്കാൻ നേരം 10 രൂപ ഉള്ളെങ്കിൽ പോലും എടുക്കണം. പൂട്ടാൻ പോയ ആ ബിസിനസ് വളരെ സമൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും കടന്നു വന്ന് അവർക്ക് ഒത്തിരി നേട്ടങ്ങൾ, അഭിവൃദ്ധി ഉണ്ടായി. പൂട്ടാനേ പോയതാ. അവിടെ എങ്ങനെ കച്ചവടം വന്നു? അതാണ് റാണി ഈച്ചയെ വെച്ചാൽ മറ്റ് ഈച്ചകളും തേനും ഒക്കെ തന്നെ വന്നോളൂ. റാണി ഈച്ചയെ വെച്ചില്ലെങ്കിൽ, തേനീച്ചയുടെ കാര്യം പറയുന്നത്, വെച്ചില്ലെങ്കിൽ എന്തെല്ലാം വെച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ കേന്ദ്ര ഭാഗമാക്കി വെക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലെങ്കിൽ ഇതാ വെറുതെ പടം മാത്രം വെച്ചിട്ടൊരു കാര്യമില്ല. ജീവനോടെ അവിടെ ഉണ്ടെന്നും അതിനനുസൃതമായ സംസാരവും പ്രവൃത്തിയും ജീവിതവും വിശുദ്ധിയും കുടുംബത്തിൽ ഉണ്ടോ എന്നുകൂടെ ആത്മശോധന ചെയ്ത് മാറ്റങ്ങൾ വരുത്താനുള്ളത് മാറ്റങ്ങൾ വരുത്തുക. 10ാമത്തെ കാര്യം ഇതാണ്, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ വൈദികർക്ക് നൽകും. വൈദികരെ വിധിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ആയി തീരാതെ സമർപ്പിതർക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേക അനുഗ്രഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവരെ നമുക്ക് ആവശ്യമാണ്. എന്തെല്ലാം കുറ്റവും തള്ളി പറഞ്ഞവനായാലും അവസാനം മരിച്ചു കഴിയുമ്പോൾ സംസ്കാര ശുശ്രൂഷക്കും കുർബാനക്കും അച്ഛൻ മാത്രം ഉണ്ടാവുള്ളൂ. എത്ര പള്ളി കയറാത്തവനാണെന്ന് പറഞ്ഞാലും അങ്ങോട്ട് കൊണ്ടുപോകും. വലിയ വീമ്പൊക്കെ പലരും ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ദൃക്സാക്ഷി അനുഭവ
സാക്ഷി കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വൈദികരെ നമുക്ക് ആവശ്യമാണ്. കുറവുകളില്ലാത്ത മനുഷ്യനില്ല. നമ്മളെപ്പോലത്തെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ജനിച്ച ജീവനുള്ള മനുഷ്യർ തന്നെയാണ് ഇന്ന് ലോകത്ത് വരുന്ന കുടുംബങ്ങളിൽ വരുന്ന എല്ലാ പോരായ്മകളുടെ എഫക്റ്റുകൾ ഈ മേഖലയിലെല്ലാം വരും. അത് എൻ്റെ വിട എൻ്റെ വലിയ വിട എന്നും പറഞ്ഞ് മാറത്തടിച്ച് നമ്മൾ ദൈവത്തോട് മാപ്പ് പറഞ്ഞും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ അവരുടെ കുറ്റവും കുറവുമല്ല. സങ്കീർത്തനം 105:15 പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. വലിയ കുഴപ്പമുള്ള കേസാണ് അത്, തീക്കളിയാണ്. അതുകൊണ്ട് വൈദികർക്ക്, സഭാ ശുശ്രൂഷകർക്ക്, ആത്മായ പ്രേക്ഷിതരായാലും അച്ഛന്മാരായാലും സിസ്റ്റേഴ്സ് ആയാലും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും കൊടുക്കുക. കുറവുകളും പോരായ്മകളും കണ്ടേക്കാം. നമ്മൾ അതിൻ്റെ പുറകെ വിധിക്കാനും ശപിക്കാനും ഒന്നും പോയി ശാപം ഏറ്റെടുക്കണ്ട. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, ഒരു അച്ഛൻ കൃത്യവിലോപം കൊണ്ട് ക്രമക്കേട് കാരണം കപ്പയാര മാറ്റി. അപ്പോൾ ആ വാശി പിടിച്ച് ആ പലതവണ വാണിംഗ് കൊടുത്തതാണ്. പക്ഷേ ബസ് ഇറങ്ങി വന്ന രണ്ടുപേരോട് പിടിച്ചു നിർത്തിയിട്ട് അയാൾ ബസ് ഇറങ്ങി വരികയാണ്, ഈ മനുഷ്യൻ, ഈ പുറത്താക്കപ്പെട്ട ആൾ. അപ്പോൾ രണ്ടുപേര് ബസ് കയറാൻ വേണ്ടി വരുമ്പോൾ അവരെ വിടാതെ ഇറങ്ങി വന്ന ആൾ പിടിച്ചു നിർത്തി അച്ഛനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ പുറകെ വന്നൊരു കാറ് പാഞ്ഞ് ബ്രേക്ക് വിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് പാഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും മറ്റേ രണ്ടുപേരും ഇതേ കാറെന്നും പറഞ്ഞ് അപ്പുറത്തോട്ടും ചാടിക്കളഞ്ഞു. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ ദേഹത്തോട്ടാണ് വന്ന് കാറ് കയറിയത്. നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയും. ഇപ്പം പണ്ടൊക്കെ പിന്നെ ഇപ്പം അപ്പണെന്ന് പറയുന്നത്. ഞാൻ ആരും വിധിക്കുകയല്ല. അതുകൊണ്ട് അത് അമർപ്പിതര തൊടണ്ട, അത് തീക്കളിയാണ് കേട്ടോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്ര പേരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇനി എല്ലാവരും അങ്ങനെയാണോ? കുറവുകളുള്ളവരുണ്ടായിരിക്കാം. എത്രയോ വിശുദ്ധന്മാർ. ഇപ്പം പൊന്നെഴുതി കപ്പുച്ചില്ല ദിയോഫിനച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 1000 നാവ. ദൈവദാസനാണ്, വിശുദ്ധ പദവിയിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭരണങ്ങാന അൽഫോൺസാമ്മ, ഇതുപോലെ ഒത്തിരി പേരുണ്ട് വിശുദ്ധരായിട്ട് പേര് ചൊല്ലി വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആരാലും അറിയപ്പെടാതെ വളരെ സഹിച്ചും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിച്ചു മരിച്ചവരുമായ വൈദികരെ സന്യസ്തരെയൊക്കെ എനിക്ക് പലരെയും അറിയാം. ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യം, ആത്മീയത, കരിസ്മാറ്റിക് ശുശ്രൂഷയിലൊക്കെ കടന്നു വന്നതും അനുഭവിക്കുന്നതും പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ധ്യാനഗുരുക്കന്മാർ വൈദികരിലൂടെയൊക്കെ കിട്ടിയ വചനങ്ങളും കൗൺസിലിങ്ങും കുമ്പസാരവും ജീവിത നവീകരണവുമാണ്. അതുകൊണ്ട് അവരില്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ വൈദികർക്ക് നൽകും. 11ാമത്തെ കാര്യം, തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹയാണ്. 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി ആകുമ്പോൾ അനുഗ്രഹയുടെ ബർത്ത്ഡേ ആണ്. ജൂൺ 13-ാം തീയതിയാണ് അനുഗ്രഹയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്യൂഷനൊക്കെ എടുത്ത് ക്ഷീണിച്ച് വന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു ചെയ്യാമെന്ന് പറയുമ്പോൾ കൊച്ചു ഓടി വന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹയുടെ പേരും എവിടെ എഴുതപ്പെടും? തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേര് എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യും. ഇത് പഠിപ്പിച്ചു തരുന്ന ഞാൻ മാത്രമല്ല, ഇത് കേൾക്കുന്നവർ, ഇത് നിങ്ങൾ വേറെവർക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും അതൊരു അനുഗ്രഹമായി തീരും. അതുപോലെ ഇത് പഠിക്കുന്ന അനുഗ്രഹക്കും ഇതൊരു അനുഗ്രഹയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വലിയൊരു സുവിശേഷ വേലയാണ് അനുഗ്രഹം ചെയ്യുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റിങ്ങും മിക്സിങ്ങും ലോഡിങ്ങും ഷൂട്ടിങ്ങും എല്ലാം ചെയ്യുന്നത് ഭൂരിഭാഗം അനുഗ്രഹമേരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇളയ മകളാണ് അനുഗ്രഹ. അപ്പോൾ ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. പിന്നത്തെ കാര്യം എന്താണ്? 12ാമത്തെ കാര്യം, 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ഓടിപ്പോയിട്ട് മരിക്കാറാവുമ്പോൾ മാനസാന്തരപ്പെട്ടോളാന്ന് പറയുന്നവരെയും കളിയാക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അത് ഇച്ചിരി പണിയായിരിക്കും. നല്ല കളം മാനസാന്തരപ്പെട്ട പോലെ, ബാബിന് മാനസാന്തരപ്പെട്ട പോലെ എന്നൊക്കെ ദൈവവും കൂടെ കൃപ ചെയ്യണം. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. പ്രഭാഷണം 5:7 പറയുന്നു, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് അത് നീട്ടിവെക്കരുതെന്നാണ്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നീ നശിക്കുക. അപ്പോൾ 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി
മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, അത്യാവശ്യമായ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കില്ല. കൂദാശ എന്ന് പറഞ്ഞാൽ സാക്രിമെന്റ്, വിശുദ്ധീകരിക്കുന്ന കർമ്മം. അപ്പോൾ ഈ 12 അനുഗ്രഹങ്ങൾ പലർക്കും ഇത് അറിയില്ല. വീട്ടിൽ വണക്കമാസ പുസ്തകത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണ്ടേ? അതൊരു പുണ്യപ്രവൃത്തിയാണ് അല്ലേ, കാരുണ്യപ്രവൃത്തിയാണ്. അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കുന്നത്, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അല്ലെങ്കിൽ സഹായങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല, അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ദൈവാരൂപിയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അറിവ്, 12 അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം നിങ്ങൾക്ക് ചൊരിയും. അത് വിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങൾ ഒറ്റക്കല്ല, തനിച്ചല്ല. തിരുഹൃദയത്തിൽ നമുക്ക് അഭയമുണ്ട്. കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയം ഇതാ, അതിലൊരു കുരിശും അതിന് ചുറ്റും ഇതാ വലയം ചെയ്തിരിക്കുന്ന മുൾപ്പടർപ്പും വലിയ പ്രകാശവും നമ്മളെ പ്രതി, പാപികളെ പ്രതി ഇപ്പോഴും സഹിക്കുകയും നമുക്ക് വേണ്ടി രക്ഷയുടെ അടയാളമായ കുരിശു നൽകുകയും നമ്മളെ പ്രതി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടയാളം. അതുകൊണ്ട് വേറെ എവിടെയും നമുക്ക് സ്ഥാനമില്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും സ്ഥാനമുണ്ട്. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, നാനാജാതി മത്സര അനേകരും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരിത് ഏറ്റുപറഞ്ഞ അനുഭവമുണ്ട്. ആ ഹൃദയത്തിലേക്ക് കൊടുത്താൽ ആ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഈ ബോധ്യത്തോടെ ഇന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.